ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിടു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ കരിമീൻ പൊള്ളിക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ കിടു മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവരൊന്ന് സൈസാക്കാൻ പോവാണ്. നമുക്ക് കത്രിക എടുത്തിട്ട് നല്ലോണം വെട്ടി റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെകിള രണ്ടും നല്ലോണം കട്ടിയെടുത്ത്, അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ രണ്ട് മുള്ളുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൂടി നല്ലോണം കട്ടിയെടുക്കാം. നല്ല കട്ടിയായിരിക്കും. അപ്പം ഇത് കട്ടിയെടുക്കുക. ഇതിൻ്റെ അടിയിലത്തെ ഈ മുള്ളൂടെ നമുക്ക് അടിപൊളിയായിട്ട് കട്ടിയെടുക്കാം. ഇത് കട്ടിയാച്ച് പാടാണ്. കത്രിക അടിപൊളിയാണെങ്കിൽ നല്ലോണം കട്ടിയെടുക്കാം. ഇതിൻ്റെ മുകളിലത്തെ പാറ പോലത്തെ മുള്ളാണ്. അപ്പോൾ ഇതുകൂടി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ വാലിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ വാലും ഇതിൻ്റെ മുള്ളും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഈ ചെതുമ്പൽ അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കളയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അതായിരിക്കും നല്ലത് ഇങ്ങനെ കളയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കളഞ്ഞു നോക്കാം. പോയില്ലെങ്കിൽ ഇങ്ങനെ പോവുകയും ചെയ്യും. കേട്ടോ, ഇതിപ്പോൾ വലിയ കരിമീനായതുകൊണ്ട് ഇച്ചിരി പ്രയാസമാണ് പോകാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കളയാം. പാറു എൻ്റെ ചെതുമ്പലൊന്ന് കളയുന്നുണ്ട്. തന്നെത്താൻ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഞാൻ തന്നെ ചെയ്യുന്നത് ഇങ്ങനെ ചെതുമ്പല അടിപൊളിയായിട്ട്. നമുക്ക് എൻ്റെ ചെകിള ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചുമ്മാ അല്ലല്ലേ ഈ പെണ്ണുങ്ങൾ മീൻ വെട്ടാൻ മടിക്കുന്നത്. പിന്നല്ലാതെ ചെറിയ കാര്യമെന്ന് വിചാരം. ഞാനിക്കൊന്നും ചെയ്യില്ല. കാര്യമേ നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ ചെതുമ്പൽ പോലും കളയാൻ ഞാൻ ചുട്ടിരുന്നു. നമ്മുടെ വീഡിയോയിലുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട്, പക്ഷെ അങ്ങനെ തിന്നുന്ന അടിപൊളിയാട്ടോ ചെതുമ്പല കളയാതെ. നമുക്ക് എടുത്ത് ഇത് കാണിച്ചിട്ടെ. ഇതിൻ്റെ പല്ല് കണ്ടോ, കരിമീൻ്റെ പല്ല് കണ്ടോ? ഇത് കാണിച്ചു അടുത്ത് കാണിച്ചു തരി. മനുഷ്യൻ്റെ പല്ല് പോലാണ്. ഇതേ കണ്ടോ, 1 2 3 4 5 6 7 8 9 10 11 12 പല്ല് മുകളിൽ അല്ലേ? കുരുകുരാന്നുള്ള 12 അല്ലേ? അതിനകത്തോട്ട് കൊണ്ടേ പിന്നെ താഴെ ഉണ്ടാവും അതേപോലത്തെ പല്ല് കണ്ടോ. ഇതിൻ്റെയൊക്കെ ഒരു കടി വെള്ളത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കുമല്ലേ. നമ്മൾ കരിമീനെ തിന്നുമ്പോൾ വിചാരിക്കുന്നില്ലല്ലേ ഇത്രയും വലിയ സംഭവമാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ശല ഉപ്പൊക്കെ ഇട്ട് നമുക്കിങ്ങനെ ഒന്ന് കഴുകിയെടുക്കാം. ഈ ഉപ്പിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ പിന്നെ മേത്ത ഉളുമ്പെല്ലാം നല്ല അടിപൊളിയായിട്ട് പോകും. പാറിന് അടുത്തില്ല കേട്ടോ, നമ്മൾ ഒറ്റയ്ക്ക് വറുത്ത് തന്നെ. സോറി, ചുട്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഇപ്പോൾ അങ്ങ് ചെയ്യുക. അപ്പോൾ ക്യാമറ പിടിക്കുന്നവരാ? പിന്നെ ക്യാമറ നീ പിടിക്കും. ഒറ്റയ്ക്ക് ക്യാമറമാന് സ്പെഷ്യലാ. ആണോ? എന്നാൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ താഴെ വെട്ടി നിൽക്കുന്നാലേ. ഇനി നമുക്ക് ഇവനെ വരയുകയാണ് ചെയ്യേണ്ട, മസാലയൊക്കെ പിടിക്കാനായിട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ജോലിയായിട്ട് വരഞ്ഞെടുക്കാം. നല്ല സൈസ് ആണോ, അതുകൊണ്ട് കയ്യിലങ്ങോട്ട് ഒതുങ്ങുന്നില്ല. ഇവിടെ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്,
പിന്നെ കുരുമുളക് നമ്മൾ പൊടിക്കാത്ത എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് നമ്മളിവിടെ പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച്, അപ്പോൾ നമുക്ക് മസാല കുഴയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉരുക്ക് വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് മീനിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ നല്ല അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മസാലയെല്ലാം നല്ലോണം മീനിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുരുമുളകിൻ്റെ ഇലയാണ് വേണ്ടത്. അപ്പോൾ നോക്കി ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു കുരുമുളകിൻ്റെ ഇല ഇപ്പോൾ വെച്ചിട്ടുണ്ട്, ഒന്നുകൂടി വെക്കുകയാണ്. എന്നിട്ട് ഇതിന് തൊട്ട് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില നല്ല കഴുകി വൃത്തിയാക്കിയായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അടുക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടി നമ്മളിങ്ങനെ കുരുമുളകിൻ്റെ ഇല എടുത്തിങ്ങനെ വെക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയില അടച്ച് എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ വാഴയുടെ തന്നെ നാര് കൊണ്ട് നമുക്കിതിങ്ങനെ കെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നല്ലോണം മീൻ വാഴയില കൊണ്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കനലിലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. കരി കത്തിയോ? അപ്പോൾ കരി നല്ലോണം കത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ വാഴയിലയിൽ പാക്ക് വെച്ചേക്കുന്ന മീൻ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കരിമീൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. നോക്കി, നിനക്ക് തരത്തില്ല കേട്ടോ. കുരുമുളകിൻ്റെ ഇല കായ്വ
കൊതിയായിട്ട് പാടില്ല. അടിപൊളി ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പർ. ரொம்ப അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മുടെ കരിമീൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിഡുമിഡി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ സ്വന്തം കണ്ണൻ ആലപ്പി.